نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ബഹുമാന്യരായ സത്യ വിശ്വാസികളെ പരിശുദ്ധമായ അല്ലാഹു മഹത്താക്കിയിട്ടുള്ള റമദാൻ മാസത്തിലെ ശ്രേഷ്ഠമായ നോമ്പ് അനുഷ്ഠിച്ചതിന് ശേഷം ശവ്വാൽ 1 ലോക മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നോമ്പിലൂടെ നാം നേടിയെടുത്തിരിക്കുന്ന ആത്മീയ ചൈതന്യവും ഊർജ്ജസ്വതയും ഇനിയും കാത്തു സൂക്ഷിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മാസക്കാലത്തെ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്കനുസൃതമായിട്ടുള്ള ജീവിതത്തെ ക്രമീകരിച്ച് നാം ഈ സന്ദർഭത്തിൽ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. മനുഷ്യനായി ജീവിക്കുവാൻ, പാരസ്പര്യത്തോടുകൂടി കഴിഞ്ഞുകൂടുവാൻ, സാമൂഹ്യ വ്യവസ്ഥകൾ പാലിക്കുവാൻ ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന ആരാധനകളിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക ആരാധനയുടെ പ്രത്യേകത. ഈ സന്ദർഭത്തിൽ നാം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും വ്യക്തിത്വങ്ങളായി തീരുക. അന്യന്റെ പ്രയാസങ്ങൾ അറിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയവരാണ്. ലോകത്തെ വിശ്വാസികൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് തന്റെ ഇച്ഛകളെ മാറ്റിവെച്ചുകൊണ്ട് അവന്റെ മുന്നിൽ സർവ്വതും സമർപ്പിച്ച് പടച്ചവനെ മുന്നിൽ ഇതാ ഞാൻ വിധേയനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകമെത്തിക്കുമ്പോൾ അതിന്റെ പരിപൂർണതയും അതിൻ്റെ എല്ലാവിധത്തിലുള്ള അംഗീകാരം ലഭിക്കുന്നത് സമസൃഷ്ടികളോടുള്ള, മനുഷ്യരോടുള്ള, ജീവജാലങ്ങളോടുള്ള, ഈ പ്രകൃതിയോടുള്ള ഏറ്റവും നല്ല രൂപത്തിലുള്ള സംവേദനത്തിലൂടെയും ബന്ധത്തിലൂടെയുമാണ്. അന്യന്റെ ജീവിതത്തിൽ അവന് ഉപകാരപ്പെടാത്തതൊന്നും എന്നിൽ നിന്നുണ്ടായിക്കൂട എന്ന് സ്വയം ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ, നമസ്കരിക്കുന്നുവെങ്കിൽ, ഹജ്ജ് നിർവഹിക്കുന്നുവെങ്കിൽ അവിടെയാകുന്നു നമ്മുടെ ആരാധനകൾ പരിപൂർണമായി തീരുന്നത്. വ്യക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും അന്യായമായിട്ടുള്ള വർത്തമാനങ്ങളും അഹിതമായിട്ടുള്ള സമ്പാദ്യവും ആരെങ്കിലും നേടിക്കൊണ്ട് ആരാധനകളുമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ആരാധന അല്ലാഹുവിന് ആവശ്യമില്ല എന്ന്
ഓരോ ആരാധനയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെയാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഏകനായ അല്ലാഹുവിനെ ആരാധിക്കാൻ പറയുമ്പോൾ ആ ആരാധനയിലൂടെ അതിന്റെ ഗുണഫലം ലഭിക്കുന്നത് നമുക്കും നമ്മുടെ ചുറ്റുപാടിനുമാണ്. മനുഷ്യനായി ജീവിക്കാൻ, മനുഷ്യത്വത്തിന്റെ ഉടമകളായി തീരാൻ ഇസ്ലാം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ലോകത്ത് എല്ലാ രംഗത്തും ഇസ്ലാമിന്റെ മാതൃകയുണ്ട്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം പരിപൂർണമായി നിർവഹിച്ചിരിക്കുന്ന മനുഷ്യരുടെ താവത്തിനെയും പറയുന്നത് മനുഷ്യ, നീ മുസല്ലയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ, നിന്റെ ആരാധനാ കർമ്മത്തിൽ, നിന്റെ നോമ്പിൽ എല്ലാ അപാകതയും വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുവാൻ നീ ഒരാൾക്ക്, ഒരു കുടുംബത്തിന് അല്പം ഭക്ഷണം നൽകുക എന്നാണ്. എപ്പോഴാണ് അത് നൽകേണ്ടത്? നീ നിന്റെ മുസല്ലയിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് നിന്റെ ചുറ്റുപാടുള്ള ലോകത്തുള്ള ആരാധനകൾ നിർവഹിച്ചിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ആളുകൾ മുസല്ലയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നിന്റെ വീട് പട്ടിണിയല്ല എന്ന സന്തോഷത്തോടുകൂടി കടന്നു വരാൻ സാധിക്കും. അവനാണ് സന്തോഷമുള്ളത്. ലോകത്തേറ്റവും വലിയ സന്തോഷം എന്നുള്ളത് അവന്റെ വയറിറച്ച് ആഹരിക്കുവാനും വസ്ത്രം ധരിക്കുവാനും ചെറിയ കുടിലാണെങ്കിൽ അതിൽ കിടന്നിറങ്ങാനും കഴിയുമ്പോഴുമാണ്. അങ്ങനെ മുസല്ലയിലേക്ക് കടന്നു വരുന്ന മനുഷ്യന് ആത്മനിർവൃത്തി നൽകുന്ന രൂപത്തിലാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് നാം ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ അല്ലാഹു മനുഷ്യർക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഈ ആദർശത്തിന്റെ മഹത്വത്തെ നാം മനസ്സിലാക്കുക. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു മഹാൻ. ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കുകയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ, മുസല്ലയിലേക്ക് കടന്നു വരുമ്പോൾ, നമസ്കാരത്തിന്റെ വേളകളിലൊക്കെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പടച്ചവനെ, നീയാണ് മഹാൻ, നീയാണ് മഹാൻ, നീയാണ് മഹോന്നതൻ, നീയല്ലാതെ ആരാധ്യനില്ല. നിനക്കാണ് എല്ലാ പ്രകീർത്തനങ്ങളും, നിനക്കാണ് സ്തുതി, നിനക്കാണ് സങ്കീർത്തനങ്ങളെന്ന് ഒരു മനുഷ്യൻ എന്ന മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ അവൻ അല്ലാഹുവിനെ വിളിക്കുകയാണ്. അല്ലാഹുവുമായിട്ട് അവന്റെ ബന്ധത്തെ തട്ടിമാറ്റാൻ അല്ലാഹുവിന് സാധ്യമല്ല. അതിനിടയിലേക്ക് ഒരാൾക്ക് കടന്നു വരാൻ സാധ്യമല്ല. എന്റെ ശരീരവും എന്റെ മനസ്സും നിയന്ത്രിച്ചിരിക്കുന്ന പടച്ചതമ്പുരാൻ, ആ പടച്ചതമ്പുരാനിലേക്ക് ഞാനിതാ അടുക്കുന്നു, ഞാനിതാ സമർപ്പിക്കുന്നു. ഞാൻ അതിലൂടെയാണ് ജീവിക്കേണ്ടത്, ഞാൻ അതിലൂടെ തന്നെയാണ് വിളിച്ചു പോകേണ്ടത് എന്ന മനുഷ്യന്റെ മഹിതമായ വിശ്വാസിക ആദർശവും മുറുകെ പിടിച്ചുകൊണ്ട് നെഞ്ചേറ്റിക്കൊണ്ടാണ് ഈ പെരുന്നാളിന്റെ നമസ്കാരത്തിന്റെ ഈ മുസല്ലയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നത്. ലോകത്തിന്റെ സമകാലിക സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ വിലയിരുത്തുക. എല്ലാ സുഖ സൗകര്യങ്ങളും ഇങ്ങനെ നേടിയെടുക്കാമെന്നുള്ളതിനെ പിടിച്ചവരാണ് മനുഷ്യൻ. ഒരു കൊല്ലക്കാലം, നൂറ്റാണ്ടുകൾക്ക് മനുഷ്യൻ സഞ്ചരിച്ചിരുന്ന വഴികാട്ടാൻ ഇന്ന് ഒരു ദിവസം മതി എന്ന ഏറ്റവും സുഖരോധമായിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള, വൈജ്ഞാനിക രംഗത്തുള്ള ഉയർച്ച മനുഷ്യൻ അത്യന്തം സന്തോഷിപ്പിക്കുന്നു. പക്ഷേ അവന്റെ സാംസ്കാരിക മൂല്യബോധങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പഠിക്കുമ്പോഴാണ് മതം അവിടെ പ്രസക്തമായി തീരുന്നത്. ഇവിടെയാണ് ഒരു മാസക്കാലം നാം പാരായണം ചെയ്തിട്ടുള്ള, നാം മനസ്സിലാക്കിയിട്ടുള്ള, നാം നെഞ്ചേറ്റിയിട്ടുള്ള പടച്ചതമ്പുരാന്റെ മാനിഫെസ്റ്റേയാവുന്ന വിശുദ്ധ ഖുർആൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന പടച്ചതമ്പുരാൻ മനുഷ്യനെ ജീവിക്കണമെന്ന് പറഞ്ഞു തന്നിരിക്കുന്ന സംഹിതയാണ്, അതിന്റെ തത്വസംഹിതയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ആ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്, ഇന്ന ഹാദൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, അത് മനുഷ്യനെ അവന്റെ നേരായ വഴിയിലൂടെ നടത്തുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നടക്കുന്നത്. അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ ജീവിതം, അവന്റെ താല്പര്യം അത് എങ്ങനെയായിരിക്കണമെന്നാണ്. ഇങ്ങനെ ഞാൻ വസ്ത്രം ധരിക്കണം, ഇങ്ങനെയാണ് സ്ത്രീ വസ്ത്രം ധരിക്കേണ്ടത്, ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ആദർശം സ്വീകരിക്കേണ്ടത്. പലർക്കും പലതായിരിക്കും. മനുഷ്യകുലത്തോട് മനുഷ്യനെ മുൻനിർത്തിക്കൊണ്ട് ചില ആളുകളുടെ സ്വഭാവ ഗുണത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സവിസ്തരം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമുണ്ട്. ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? കാണല്ലേ, അവൻ അവന്റെ ആരാധ്യനായി സ്വീകരിച്ചിരിക്കുന്നത് തന്റെ ഇച്ഛയെയാണ്, തന്റെ താല്പര്യത്തെയാണ്,
തന്റെ ഇഷ്ടങ്ങള്, തന്റെ അനിഷ്ടാനിഷ്ടങ്ങള് അത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചല്ല, മറിച്ച് എന്റെ താല്പര്യം എവിടെയാണോ അവിടെ ഞാൻ ജീവിക്കും. അതാണ് എന്റെ പടച്ചതമ്പുരാൻ. കഴിയിൽ എനിക്ക് ദൈവമുണ്ട്, എന്റെ കാഴ്ചപ്പാടിൽ എനിക്കൊരു ദൈവമുണ്ട്, എന്റെ വസ്ത്രധാരണത്തിൽ എനിക്കൊരു ദൈവമുണ്ട്, അതേപോലെ തന്നെ എന്റെ മുടി വെട്ടുന്നിടത്ത് എനിക്കൊരു ദൈവമുണ്ട്. എന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെയാണെങ്കിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കണം, എന്ത് കഴിക്കണം, ഇങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ഇടപെടേണ്ടത്, കുടുംബ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, സാമൂഹികമായിട്ടുള്ള ജീവിത രീതി എങ്ങനെയായിരിക്കണം. ഈ വിശുദ്ധ ഖുർആനുണ്ടല്ലോ, അത് മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ വഴി നടത്തുന്ന വേദഗ്രന്ഥമാണ്. വരൂ എന്നാണ് വിശുദ്ധ ഖുർആൻ. മറ്റൊരു കാര്യം കൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂന ഖുർആൻ. അല്ല, നിങ്ങൾ പലതിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്, പലതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ വീട് പണിയണം, ഇങ്ങനെയാണ് വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടത്, എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ ചിന്തിക്കുന്നുണ്ടോ, നീ ആലോചിക്കുന്നുണ്ടോ ഈ ഖുർആനിനെ കുറിച്ച്? അല്ല, അതിനെ മാറ്റിവെച്ചുകൊണ്ട് താഴ്ത്തു പൊട്ടിക്കൊണ്ട് നീ നിന്റെ ഇഷ്ടപ്രകാരമാണോ മുന്നോട്ട് പോകുന്നത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യത്തിന് മുന്നിൽ നാം നമ്മുടെ കണ്ണും കാതും ചെറിയും ഹൃദയവും തുറന്നു വെച്ചുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനെ ഒന്ന് പാരായണം ചെയ്യുക. ഈ വിശുദ്ധ ഖുർആനെ ഒന്ന് പാരായണം ചെയ്യുക. ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ അകക്കാമിലേക്ക് കടന്നു ചെല്ലാൻ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റി മറിക്കാൻ സാധിക്കുകയുള്ളൂ. ആ രൂപത്തിലായിരിക്കും നമ്മുടെ ജീവിതം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഓരോ കാശും ഇങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത് നമ്മൾ വിലയിരുത്തുന്നവരാണ്. സമ്പാദ്യമാണ്, പണമാണ് മേധാവി, പടച്ചവന് മാറിയിരിക്കട്ടെ എന്ന ആധുനിക ലോകത്തിന്റെ തത്വസംഹിത മാറ്റിവെക്കുക. നാം പണമല്ല മേധാവി, പടച്ചവരാനാണ്. പണം മേധാവിയായി കഴിഞ്ഞാൽ അവിടെ മനുഷ്യത്വം നഷ്ടപ്പെടും, അവിടെ മനുഷ്യത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. മുസല്ലയിലേക്ക് കടന്നു വരുമ്പോൾ പോലും ഈ മുസല്ലയിൽ നമ്മുടേതായ ഭാഗതയും നമ്മുടേതായ ഒരു വിഹിതവും നൽകുവാൻ നമ്മൾ തയ്യാറാക്കുന്നത് ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ പൂർണ്ണമായ സഹകരണമാണ് ഈ രംഗത്തുണ്ടായി തീരേണ്ടത്. അങ്ങനെ ഓരോ രംഗത്തും ഇന്ന് കാശായ സമ്പാദിക്കുന്നുവോ അവരാണ് ഭരിക്കേണ്ടത്, അവരാണ് കുടുംബം നിയന്ത്രിക്കേണ്ടത് എന്ന ചിന്താഗതിയിലേക്ക് പോകുന്നു. സ്വന്തമായ ചിന്തയാണ്. അല്ലാഹു മനുഷ്യരെ മാത്രമല്ല ജീവജാലങ്ങളെയും ലോകത്ത് എല്ലാ വസ്തുക്കളെയും ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നത്? അവന്റെ സാമൂഹികമായിട്ടുള്ള ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ്, നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. ആ നിലനിൽപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വഹിതമായ കുടുംബവസതി ഇല്ലാതെ പോകുമ്പോൾ കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എവിടെയാണ്? ആരാണ് എന്റെ സഹോദരൻ, ആരാണ് എന്റെ മകൾ, ആരാണ് മാതാപിതാക്കൾ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അതിനോട് ചേർത്ത് പറയുന്നത് മാതാപിതാക്കൾക്ക് നിന്ന് ചെയ്ത ചെറുപ്പത്തിൽ താലോലിച്ച് കൊഞ്ചിച്ച് വളർത്തി വലുതായിരിക്കുന്ന മകൻ ഘാതകനായി തീരുന്ന അതിദാരുണമായിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ അനുയായികൾ എന്ന് പറയുന്നവരിൽ നിന്ന് പോലും നമുക്ക് കേൾക്കാൻ പറ്റാത്ത, കാണാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ഇടയിൽ നിന്ന് കടന്നു വരുമ്പോ എവിടെയാണ് ഈ ആദർശമുള്ളത് എന്ന് നാം പരിശോധിക്കുക. ഇവരെന്താണ് മനസ്സിലാക്കുന്നത് എന്ന് പരിശോധിക്കുക. ആധുനിക ലോകം ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ശാസ്ത്രത്തിന്റെ പുരോഗതി കൊണ്ട് മദ്യം മാത്രം കഴിച്ചിരുന്ന മനുഷ്യൻ അത്യാധുനികമായ രൂപത്തിൽ കോടിക്കണക്കിന് പേരുള്ള പല ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നു. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ്. പക്ഷേ മനുഷ്യന്റെ ധാർമ്മികതയെ കുറിച്ച് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. ലോകം ഭരിക്കുന്ന ആളുകൾ പോലും പുത്തരിഞ്ഞ ജീവിത രീതിയിലേക്ക് പോകുമ്പോൾ അതിന്റെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുമ്പോൾ മനുഷ്യൻ ആണിനെ വിവാഹം കഴിക്കുന്നു, പെണ്ണിനെ വിവാഹം കഴിക്കുന്നു, മനുഷ്യൻ മൃഗത്തെ വിവാഹം കഴിക്കുന്നു. മൃഗമാണ് എന്റെ ഭാര്യ എന്ന് പറയുന്നു, അവരാണ് എന്റെ ആരാധ്യ വസ്തുക്കൾ എന്ന് പറയുന്നു. എന്റെ ദൈവപിതാ ഞാൻ നിയന്ത്രിക്കുന്ന ഈ മൃഗങ്ങളാണ് എന്ന് പറയുന്നു, ഞാൻ ആഹരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് എന്ന് പറയുന്നവർക്ക് ഇല്ല. അല്ലാഹു തആല അവനുള്ളവനാണ്, അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. വലില്ലാഹിൽ ഹംദ്, അവന്റെ മുന്നിൽ മാത്രമാണ് ഞാൻ തലവരിക്കേണ്ടത്, അവനെയാണ്
സ്തുതിക്കേണ്ടത്, അവരെയാണ് പ്രശംസിക്കേണ്ടത്, അവനോടാണ് സങ്കടങ്ങൾ പറയേണ്ടത്, അവന്റെ മുന്നിലാണ് എല്ലാം സമർപ്പിക്കേണ്ടത് എന്ന മഹിതമായിരിക്കുന്ന ആശയത്തിന്റെ ആദർശത്തിന്റെ ഉടമകളാണ് നാം. അവിടെയാണ് നാം ഉന്നതരായിത്തീരുന്നത്. ഈ പെരുന്നാൾ കഴിഞ്ഞാലും പെരുന്നാളിന് മുമ്പ് റമദാനിൽ സ്വീകരിച്ചിരിക്കുന്ന ഈ ആവേശമായിരിക്കുന്ന മഹിതമായിരിക്കുന്ന ആദർശത്തിന്റെ ഈമാനിന്റെ ആവേശത്തെ അതുപോലെ കാത്തുസൂക്ഷിക്കണം. പെരുന്നാൾ എന്നുള്ളത് ഒന്നിനെയും പരിസമാപ്തി കുറിക്കുന്നില്ല. പെരുന്നാൾ എന്നുള്ളത് ഒരു മാസക്കാലത്തെ പരിശീലനത്തിന്റെ ഉത്തമമായിട്ടുള്ള മാനവികമായിട്ടുള്ള മൂല്യങ്ങൾ ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു, അതിന്റെ സന്തോഷപ്രകടനമാണ് പെരുന്നാൾ എന്ന പ്രഖ്യാപനമായിരിക്കണം. അങ്ങനെയാണ് നാം പ്രഖ്യാപിക്കേണ്ടത്, അങ്ങനെയാണ് നാം പറയേണ്ടത്. പരസ്പരം കുടുംബങ്ങൾ ചേർന്നിരിക്കുന്ന വീടാണെങ്കിലും ശരി, ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് മതം പ്രസക്തമായി തീരുന്നത്. ആ പ്രസക്തിയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇവിടെ നൽകുന്നവരും വാങ്ങുന്നവരും എന്ന വസ്തുതയിൽ നിന്ന് എല്ലാവരും നൽകുന്നവരും എല്ലാവരും സ്വീകരിക്കുന്നവരുമായിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ഫഖീറാണ്, നിങ്ങൾ ദരിദ്രന്മാരാണ്. പിന്നെയോ അല്ലാഹുവാണ് വലിയ ഹമീദുമായിട്ടുള്ളവൻ, അല്ലാഹുവാണ് ധന്യൻ, അല്ലാഹുവാണ് നിരാശ്രയൻ, നിങ്ങൾ പരാശ്രയനാണ്. അതുകൊണ്ട് ആ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മളെല്ലാവരും സമന്മാരാണ് എന്ന ചിന്തയോടുകൂടെ നമ്മൾ കടന്നു വരിക. വിശുദ്ധ ഖുർആൻ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഇങ്ങനെയാണ്. ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ, മുസ്ലിങ്ങൾ ലോകത്തെ എല്ലാ സ്ഥലത്തും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചുറ്റുപാടുണ്ട്. പലരും ചോദിക്കുന്നു, എന്ത് മുസ്ലിം സമൂഹം ലോകത്ത് എല്ലാവർക്കും എതിരാകുന്നത്? അങ്ങനെയാണ്. സത്യമായി പറയുന്നുവോ അവിടെ പറയുന്നുവോ അവിടെയൊക്കെ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലദീന ഖാല ലഹുൻ നാസ് ഇന്നൻ നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും വസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇങ്ങനെ പറയും. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ എന്താണ് ഇങ്ങനെ എന്ന് പറയുന്ന സമൂഹത്തോട് വിശുദ്ധ ഖുർആൻ പറയാനുള്ളത്? അല്ലദീന ഖാല ലഹുൻ നാസ്, നിങ്ങൾക്കെതിരെ ലോകം തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസികൾ പറയും, എന്താണ് അവരുടെ പ്രത്യേകത? അവരെ നിങ്ങൾ ഭയപ്പെടണം, സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഈമാൻ വർദ്ധിക്കുമെന്നാണ്. ആളുകൾ നമുക്കെതിരെ തിരിയുമ്പോ ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്നൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വഅൻതുമുൽ അലൗൻ, നിങ്ങളാണ് ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ്. നിങ്ങൾ വിശ്വാസികളാണോ എങ്കിൽ നിങ്ങളാണ് ഉത്തമർ. ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കും. ലോകത്തെ ജനങ്ങൾ തീവ്രവാദികളാക്കി മാറ്റുമ്പോൾ, ഫണ്ടമെന്റലിസ്റ്റാക്കി മാറ്റുമ്പോൾ, സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനെ മുറുകെ പിടിച്ചവർ നിങ്ങൾ അല്ലാഹുവിന്റെ ഈ ഗ്രന്ഥത്തെയും ആദർശത്തെയും മുറുകെ പിടിക്കുക എങ്കിൽ ഞങ്ങൾക്ക് അല്ലാഹു വരമേൽപ്പിക്കുവാൻ എത്ര നല്ലവനാണ് അവൻ. ഫലസ്തീനിലെ, ഗസയിലെ, അതേപോലത്തെ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഒരു വലിയ പ്രശ്നത്തിലാണ്. എന്താണ് അവർ ചെയ്തിരിക്കുന്ന തെറ്റ്? അല്ലാഹുവിന്റെ ആദർശത്തെ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. ഹസ്ബുനല്ലാഹ്, നമസ്കരിക്കാൻ അവർക്ക് പള്ളികളില്ല, കിടന്നുറങ്ങാൻ അവർക്ക് വീടുകളില്ല, സങ്കടങ്ങൾ പറയാൻ കുടുംബാംഗങ്ങളില്ല, സംരക്ഷണം നൽകുവാൻ രാഷ്ട്രത്തിന്റെ കവചമില്ല. ആരുണ്ടവർക്ക്? അല്ലാഹു മാത്രമാണ് അവർക്ക്. ഹസ്ബുനല്ലാഹ്. ഇന്നീ പെരുന്നാൾ അവർ നമസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ ഒരു സംരക്ഷണം മാത്രമാണ്. നശിപ്പിച്ചു കളയുന്ന ആയുധങ്ങൾ അവരിലേക്ക് കടന്നു വരുമ്പോ ഭയപ്പാടില്ലാതെ അവർ നിൽക്കുന്നത് അവർ നാളെയെക്കുറിച്ച് സ്വപ്നം കാണുകയാണ്. ഷഹീദായിക്കൊണ്ട് ചോരയൊലിപ്പിക്കുന്ന ശരീരവുമായിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സ്വർഗത്തെക്കുറിച്ച് മാത്രമാണ് ചിന്ത. നമ്മൾക്ക് ഭാഗ്യവാന്മാർ. ഒരു ഭയപ്പാടുമില്ലാതെ സുഖമായ നിദ്രയിലായിക്കൊണ്ട് പ്രഭാതത്തിൽ സുബഹി നമസ്കാരവും കഴിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി
മക്കളെയും കുടുംബത്തെയും കൂട്ടി നാം ഈദ്ഗാഹിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്കുള്ള ഈ സുഖം ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന റോഹിംഗ്യ മുസ്ലിങ്ങൾക്കില്ല. കിട്ടുന്ന ഭക്ഷണ പദാർത്ഥം പോലും അവർക്ക് നൽകില്ല എന്നത്തെ പ്രഖ്യാപനം നമ്മൾ കണ്ടു. മഴ പെയ്താൽ ചോർന്നിരിക്കുന്നു. അവർ ഒടുക്കുവാനുള്ള വസ്ത്രങ്ങളില്ല, അവർക്ക് സന്തോഷിക്കുവാനുള്ള ഭക്ഷണമില്ല, അവർക്ക് ജോലി നൽകുവാനാരുമില്ല. കണ്ണുകളുമായി പിച്ചിച്ചിന്താൻ കാത്തിരിക്കുന്ന വിവരദോഷികളായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ കൊഞ്ഞനം കൊത്തുകയും തിരിച്ചടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ഈ ആദർശത്തെയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇദത്തുൻ മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഖുർആനെ കുറിച്ച് നമുക്ക് നൽകിയിട്ടുള്ള ഒരു അധ്യാപനം, ജനങ്ങളെ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു സതുപദേശം ഇതാ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ശരീരത്തിന്റെയും നിങ്ങളുടെ മനസ്സിന്റെയും പ്രശ്നങ്ങൾക്കുള്ള സിദ്ധാംശതമാണത്, ശിഫയാണത്, ശമനം നൽകുന്ന മരുന്നാണത്. നമസ്കാരത്തിൽ, സുജൂദിൽ ആത്മാർത്ഥമായി കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെ മനസ്സും ശരീരവും തടുക്കുന്നത്, പാകമായി തീരുന്നത്, ഒക്കമായി ചിന്തിക്കാൻ കഴിയുന്നത്, പുഞ്ചിരിച്ചുകൊണ്ട് ഇടപെടാൻ സാധിക്കുന്നത്, കലുഷിതമായ ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വാഹകരായി തീരുക, എല്ലാ എതിർപ്പുകളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് അല്ലാഹുവിന്റെ ഈ ദീനിന്റെ പ്രതിരൂപമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കുടുംബാംഗങ്ങളിൽ, സമൂഹത്തിൽ ഈ ഇസ്ലാമിന്റെ അടയാളമായി തീരാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം. ഈ സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഓർക്കുവാനുള്ളത്. നമ്മുടെ പിഞ്ചുമക്കൾ അവർ ഇസ്ലാമികമായി വളർന്നു വരട്ടെ. ലഹരിയുടെയും അതുപോലെ തന്നെ സാമൂഹ്യ അരാജകത്വത്തിന്റെയും ലോകത്താണ് നമ്മളും നമ്മുടെ മക്കളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസം നൽകാൻ വിടുന്ന മക്കളെ തിരിച്ചു വരുമ്പോൾ സുരക്ഷിതമായി കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളുമാണ്. അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ സുരക്ഷിതമായ ചുറ്റുപാടും അതിനുണ്ടായിത്തീരണം. കലാലയങ്ങൾ അങ്ങനെ ആയിത്തീരണം. എന്തിന്റെ വർത്തമാനം എന്ന് മക്കളോട് ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ് സുഖമാണ് എന്ന് പറയാൻ കഴിയുന്ന മക്കൾ അത്ര പേരുണ്ട് എന്ന് ആലോചിക്കുക. അൽഹംദുലില്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് നമ്മോടൊന്ന് ഇടപെടാൻ കഴിയുന്ന മക്കളുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. എല്ലാവരും വളർത്തിയെടുക്കുക. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കുവാനും ആശ്ലേഷിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ഈ മുസ്തഫയിലേക്ക് കടന്നു വരാൻ കഴിയാതെ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. പടച്ചമ്പുരാൻ അവിടെയൊക്കെ അസുഖം ഭേദമാക്കി. പെരുന്നാൾ അവർക്കുള്ളതാണ്. കിടക്കയിൽ രോഗശൈലിയിലായി കിടക്കുന്നവർ, അംഗച്ഛേദം സംഭവിച്ചവർ എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്നറിയാതെ കാരാഗ്രഹത്തിൽ വിചാരണ പോലുമില്ലാതെ വർഷങ്ങളോളം പീഡിപ്പിക്കപ്പെട്ട് കഴിയുന്ന ആളുകൾ അവർ വിശ്വാസികളായി എന്ന തെറ്റ് അവർ ചെയ്തിട്ടുണ്ട്. അവർക്കുള്ളതാണ് ഈ പെരുന്നാൾ. അവർക്ക് നമ്മുടെ കൂടെ ആഘോഷിക്കാൻ കഴിയുന്നില്ല. അവർക്ക് നമ്മൾ കാണുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല. കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷം പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. അവർക്കുള്ളതാണ് ഈ പെരുന്നാൾ. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പെരുന്നാളിന്റെ സന്തോഷവും ഐക്യവും പങ്കുവെക്കുമ്പോൾ പീഡിതരായിട്ടുള്ള സമൂഹത്തെയും ലോകത്തെയും മറക്കാതിരിക്കുക. നിറത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ഒരു നാട്ടിലെ ചീഫ് സെക്രട്ടറി പോലും അപമാനിക്കപ്പെടുന്നു എന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ എവിടെയാണെന്നും മനുഷ്യൻ എന്ന് നമ്മൾ ആലോചിക്കുക. തൊട്ടുകൂടായ്മയും തീട്ടിക്കൂടായ്മയും മനുഷ്യൻ കാണുന്നിടത്ത് മാറിയിട്ടുണ്ടെങ്കിലും മനുഷ്യ മനസ്സുകളിൽ ഇന്നും അത് കുടികൊള്ളുന്നു എന്നുള്ളതിന്റെ ബഹിസ്ഫുരണമാണ് ഇത്തരം അടയാളങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്.
അതുകൊണ്ട് അതിനെതിരെ പോരാടാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുക, ഈ നിസാരത്തിന്റെ ധ്വജവാഹകരായി തീരുക. പ്രവാചകൻ വിട്ടുവന്നിരിക്കുന്ന ആദർശങ്ങളും ആശയങ്ങളും ഇതാ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന പ്രവാചകന്റെ ചോദ്യത്തിന്റെ സ്വഹാബത്ത് നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള മറുപടി, അതേ റസൂലേ, ഞങ്ങളിതാ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി നിർവൃതിയോടുകൂടി ഇനി കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീയാണ് സാക്ഷി. ഇതാ ഈ ആദർശം എനിക്ക് ശേഷം ഇതാ ഒരു സമൂഹം കൂടി ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. അതിന്റെ ഈ കാലഘട്ടത്തിലെ പ്രതിനിധികളാണ് നമ്മൾ അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുക. ഇത് നമ്മുടെ മക്കളിലേക്ക് കൈമാറേണ്ടവരാണ്. അവരുടെ വസ്ത്രധാരണം, അവര് മുടിവെക്കുന്നത്, അവര് ജീവിക്കുന്നത് ഈ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ചായം പൂശിയ ശരീരത്തെ സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കാൻ പറ്റുമെങ്കിലും യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. യുവത്വത്തെ ചായത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിലും അസ്തിത്വത്തെയും യാഥാർത്ഥ്യത്തെയും മറച്ചു പിടിക്കാൻ അതുകൊണ്ട് സാധ്യമല്ല എന്ന് നാം വിലയിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാൻ, ഈ പെരുന്നാൾ അല്ലാഹു അവന്റെ അമലു സാലിഹത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. പടച്ചമ്പുരാനെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ രോഗത്തെ നീ ശമനമാക്കണേ തമ്പുരാനെ. ഫലസ്തീനിലെ ഗസയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങൾ, റോഹിംഗ്യ മുസ്ലിങ്ങൾ പടച്ച വിശ്വാസികൾ ആയി എന്നതിന്റെ പേരിൽ നോമനുഷ്ഠിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ കൂടിയിട്ടാണ്. മക്കൾ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളില്ലാത്തവർ, എന്റെ വിച്ഛേദം സംഭവിച്ച് വേദനയ്ക്ക് വേദനാസംഹാരികൾ പോലും കിട്ടാൻ കഴിയാതെ അവിടെയും ബോംബിങ്ങിന് വിധേയമായിട്ടുണ്ട്. ഭക്ഷണമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ആളുകളുടെ പടച്ചമ്പുരാനെ നിസ്സഹായരാണ്. നിന്റെ സഹായം അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يسر اسيرنا وسهل امورنا واقض حاجاتنا يا قاضي الحاجات. اللهم انصر اخواننا المسلمين في غزه. اللهم انصر المسلمين المستضعفين في فلسطين. اللهم انصر المسلمين المستضعفين في كل مكان. رب ارحمهم كما ربونا صغارا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.